അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ റമദാൻ ഇതാ വന്നെത്തിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരു റമദാന് കൂടി എഴുതി ചേർക്കാൻ റബ്ബ് അവസരം നൽകിയിരിക്കുകയാണ്. പ്രതീക്ഷകളോടെ റബ്ബിനോട് എല്ലാം ഏറ്റുപറയാൻ കിട്ടുന്ന അവസരമാണ് നമ്മുടെ മുമ്പിൽ ഇനി വരുന്നത്. ദിനരാത്രങ്ങൾ ആത്മസംസ്കരണത്തിനായി പൂർണ്ണമായിട്ടും ഉപയോഗപ്പെടുത്തുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതാണൊരു സത്യവിശ്വാസി കാര്യമായി അവൻ്റെ ഒരു മാസം എന്ന് പറയുന്നത്. കഴിഞ്ഞ കാലങ്ങളിലെ ജീവിതത്തിലെ പോരായ്മകൾ, ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള സ്ഖലിതങ്ങൾ മായ്ച്ചു കളയുവാൻ, അതിന് പരിഹാരം ചെയ്യുവാൻ അതിന് കിട്ടുന്ന സുവർണ അവസരമാണ് പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്. ഈ പരിശുദ്ധ റമദാൻ എന്തുകൊണ്ടും വളരെ അനുഗ്രഹീതമാണ് എന്ന് മാത്രമല്ല, അതിൻ്റെ അനുഗ്രഹീത ലോകത്തിന് ആകമാനം സന്മാർഗമായി കൊണ്ട് പടച്ച തമ്പുരാൻ ഇറക്കിയ പരിശുദ്ധ ഖുർആന്റെ അവതരണം ആരംഭിക്കുന്നത് ഈ പരിശുദ്ധ റമദാനിലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി ജിബ്രീൽ അലൈഹിസ്സലാം ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുന്നത് പരിശുദ്ധ റമദാനിലുള്ള അവസാന രാവുകളിൽപ്പെട്ട ഒരു ദിവസത്തിലാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനാണ് ഈ റമദാനിൻ്റെ ഏറ്റവും വലിയ സന്ദേശം നൽകുന്ന സന്ദേശവാഹകൻ. വിശുദ്ധ റമദാനിൽ പരിശുദ്ധ ഖുർആനുമായി സത്യവിശ്വാസി ഏറ്റവും കൂടുതൽ അടുക്കേണ്ടവനാണ്. ഖുർആനിൻ്റെ ഉള്ളടക്കങ്ങൾ, ഖുർആൻ നമ്മളോട് എന്തെല്ലാം കാര്യങ്ങളാണ് ആവശ്യപ്പെടുന്നത്, നമ്മുടെ ജീവിതം ഏത് ക്രമത്തിലായി തീരണം എന്നൊക്കെ അവൻ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത് പരിശുദ്ധ ഖുർആൻ മുന്നിൽ വെച്ചുകൊണ്ടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സഹാബത്ത് അന്വേഷിച്ചപ്പോൾ പ്രവാചകന്റെ ജീവിതത്തെക്കുറിച്ച് അവിടുത്തെ പ്രിയപത്നിമാരോട് സഹാബത്ത് അന്വേഷിച്ചു. പ്രവാചകന്റെ ജീവിതത്തെക്കുറിച്ച് അവിടുന്ന് മറുപടി ലഭിച്ച് കാന ഖുൽഖുഹു അൽ ഖുർആൻ, അദ്ദേഹത്തിന്റെ സ്വഭാവം ഖുർആനായിരുന്നു. എന്ന് വെച്ചാൽ ഖുർആനിന്റെ ജീവിക്കുന്ന മാതൃകയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുതന്നെയാണ് സത്യവിശ്വാസി ആകേണ്ടതും. ഇതിനുള്ള ഏറ്റവും വലിയൊരു അവസരമാണ് പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്. ഈ റമദാനിൽ ഹാജരാവുകയും ആ റമദാനിൽ പുണ്യങ്ങൾ നേടിയെടുത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ മഹത്തായ പ്രതിഫലം നേടിയെടുത്തുകൊണ്ട് സ്വർഗപ്രാപ്തി ലഭിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്നും അവൻ അകറ്റപ്പെടുമെന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണ്. അപ്പോൾ പരിശുദ്ധ റമദാൻ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തോടുകൂടി അതിൽ എന്തെല്ലാമാണോ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കേണ്ടത് എങ്കിൽ അതെല്ലാം തന്നെ സ്വാംശീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും എല്ലാ സ്ഖലിതങ്ങളും മായ്ച്ചു കളയുവാനുള്ളൊരു അവസരമായി ഈ പരിശുദ്ധ റമദാനെ ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ കർമ്മങ്ങൾ, നമ്മുടെ ഇബാദത്തുകൾ, അതുപോലെ തന്നെ ഖുർആൻ പാരായണം, അതുപോലെ ദാനധർമ്മങ്ങൾ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതിഫലം നൽകപ്പെടുന്ന, അതിനെ 10 ഇരട്ടിയോ 100 ഇരട്ടിയോ പ്രതിഫലം നൽകപ്പെടുന്ന ദിവസങ്ങളാണ് പരിശുദ്ധ റമദാൻ. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടുന്ന കാര്യമായി കൊണ്ട് നാം കണക്കിലെടുക്കുകയും ഈ പരിശുദ്ധ റമദാൻ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെ ജീവിത വിശുദ്ധിക്കും കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. എല്ലാവർക്കും ഈ പരിശുദ്ധ റമദാൻ അവസാനം വരെയും നോറ്റ് വീട്ടുവാനും പരലോകത്ത് പരിശുദ്ധ റമദാനിൽ നോമ്പ് നോറ്റവർക്കായി പ്രത്യേകമായി സജ്ജീകരിച്ചിട്ടുള്ള റയ്യാൻ എന്ന ബാബിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള എല്ലാവിധ തൗഫീക്കും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.